പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണമെന്നോണം സ്വന്തം ഛായയിലും സദൃശ്യത്തിലും ആദത്തിന് ജന്മം നൽകി. ആ ആദിമനുഷ്യനായ ആദത്തിന് ഇണയും തുണയുമായി ഹവ്വയെ സൃഷ്ടിച്ചു. അങ്ങനെ ഇരുവരെയും കർത്താവായ ദൈവം ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവ തേജസ്സിൽ വളരുവാനുമായി അവരെ ഏദൻ തോട്ടത്തിലാക്കി, പർദീസയിലാക്കി. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അവർ പിശാചിൻ്റെ വാക്കുകൾ കേട്ട് പിശാചിൻ്റെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അകപ്പെട്ടുകൊണ്ട് ദൈവകൽപ്പന മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു. നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് കർത്താവ് ആദത്തോട് അരുളി ചെയ്തിരുന്നു. പക്ഷേ പിശാചിൻ്റെ പ്രേരണയാൽ നന്മ എന്താണ് തിന്മ എന്താണെന്ന് ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ളൊരു ചിന്തയിലേക്ക് ആദം കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഒരു ശിശുവിനെ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് തീരുമാനിക്കുന്ന ശിശുവിൻ്റെ പിതാവാണ്. അപ്പോൾ ആ ശിശുവിനൊരിക്കലും ആപത്തോ അപകടമോ ഉണ്ടാവുകയില്ല. പക്ഷേ ഇനി ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യം, എൻ്റെ അപ്പൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോഴേക്കും അവൻ അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അതേപോലെ തന്നെ ഇനി ഞങ്ങളുടെ ജീവിതത്തിലുള്ള നന്മ തിന്മകൾ ഞങ്ങൾ തീരുമാനിക്കും എന്ന് നിശ്ചയിച്ച ആദം ദൈവത്തിൽ നിന്നകന്നു. അങ്ങനെ പിശാചിൻ്റെ വാക്ക് കേട്ടു, വിലക്കപ്പെട്ട പഴം പറിച്ച് തിന്നു. അങ്ങനെ അവന് പർദീസ നഷ്ടമായി. അങ്ങനെ സ്വർഗീയ സൗഭാഗ്യം നഷ്ടപ്പെട്ട മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ, ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ച നിമിഷം തന്നെ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. ഇവരെങ്ങനെ പിശാചിൻ്റെ അടിമത്തത്തിനും പ്രേരണയ്ക്കും കാരണമാകുവാനുള്ള കാരണം ഇവർക്ക് അമ്മയില്ലായിരുന്നു എന്നുള്ള സത്യം ദൈവം മനസ്സിലാക്കുകയാണ്. ചോറിനൊപ്പം ചൊല്ലും കൊടുത്ത് വളർത്തുവാൻ, ഇവരെ നേർവഴിക്ക് നയിക്കുവാൻ, ദൈവത്തോടൊപ്പം പിടിച്ചു നിർത്തുവാൻ ഒരമ്മയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം തീരുമാനിക്കുകയാണ്, ഞാനിനി തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ആ പ്രിയപുത്രനെ വളർത്തുവാനും അവന് ജന്മം നൽകി അവനെ പരപ്രസാദത്തിലും ദൈവസാന്നിധ്യത്തിലും വളർത്തുവാനായിട്ട് ജന്മപാപമില്ലാതെ ജന്മപാപം ഏശാത്ത ഒരമ്മയെ ഭൂമിയിലേക്ക് അയക്കും, ഒരമ്മയ്ക്ക് ജന്മം നൽകും എന്ന് ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ മറിയത്തിന് ദൈവം ഈ ഭൂമിയിൽ ജന്മം നൽകുകയാണ്. ആ അമ്മ മംഗളവാർത്ത ശ്രവിച്ച നിമിഷം മുതൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവാൻ നിറഞ്ഞ് കുഞ്ഞായിരുന്ന യേശുവിനെ കാൽവരി കുരിശിൻ ചൂട്ടിൽ വരെ അനുധാവനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന്. തൻ്റെ കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനെ കാണിച്ചുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, ആ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന്. ആ കുരിശിൻ ചൂട്ടിൽ നിന്ന ആ ശിഷ്യൻ ആരാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കരുതുന്നത് വിശുദ്ധ യോഹന്നാനായിരുന്നു എന്നാണ്. പക്ഷേ വിശുദ്ധ യോഹന്നാനായിരുന്നു എന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഈശോയുടെ ആ ദിവ്യ രക്ഷാകർതൃത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ശിഷ്യനും ഈശോയ്ക്ക് പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമുഖത്തുള്ള കോടിക്കണക്കിന് യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ മക്കളുടെ പ്രതീകമാണ് വാസ്തവത്തിൽ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ ശിഷ്യന്മാർക്കുമായിട്ട്, യേശുവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാ ശിഷ്യന്മാർക്കുമായിട്ട്, എല്ലാ ക്രിസ്ത്യാനികൾക്കുമായിട്ട് ഈശോ അമ്മയെ കൊടുക്കുകയാണ്. അതുപോലെ അമ്മയോട് പറയുന്നുണ്ട്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്, ദൈവതേജസ് നഷ്ടപ്പെടാതെ ദൈവത്തോടൊപ്പം എല്ലായ്പ്പോഴും ആയിരിക്കുവാനായിട്ട് ഒരു അമ്മയെ നൽകുകയാണ്. അതേ പ്രിയമുള്ളവരെ, ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ നേടിയാൽ നമുക്കെല്ലായ്പ്പോഴും പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് യേശുവിനോടൊപ്പം എല്ലായ്പ്പോഴും ആയിരിക്കുവാനും സാധിക്കും. അങ്ങനെ ആ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരുങ്ങുന്ന നമ്മളെ പരിശുദ്ധ അമ്മ തൻ്റെ അനന്തമായ സ്നേഹത്താൽ പൊതിഞ്ഞ് യേശുവിനോടൊപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് യേശുവിനോടൊപ്പം ആയിരിക്കുവാനുള്ള കൃപയാനുഗ്രഹവും നമുക്ക് ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയോട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അമ്മേ ഞങ്ങളെ പിശാചിൻ്റെ കെണിയിൽ ഉൾപ്പെടുത്തരുതേ, അതിൽ നിന്നും പിശാചിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിത്യസഹായ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധ അമ്മ എല്ലാവരെയും കർത്താവിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങി തന്നുകൊണ്ട് നമ്മളെ യേശുവിലേക്ക് നയിക്കട്ടെ. ആമേൻ.